വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പണി വരുന്നുണ്ട് സംഘികളെ, നല്ല 8ന്റെ പണി. നിങ്ങളുടെ വീഡിയോകളൊക്കെ ഞങ്ങളുടെ കൈകളിൽ ഭദ്രമായിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ പോലീസിന്റെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേരള പോലീസിൽ പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ നിയമപരമായി നടപടിയെടുക്കാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള ചില പോലീസുകാർ അക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ. നറികെട്ടവന്മാരെ, മോശം പ്രയോഗങ്ങൾ നടത്തുന്ന ചതിയന്മാരെ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അളക്കാൻ വരുന്ന കപട രാജ്യസ്നേഹികളെ, നിങ്ങളുടെ അനസ് മുഹമ്മദ് എന്ന നാടകം ദാ ഇവിടെ ഇന്ന് ഈ നിമിഷം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരമാവധി ഷെയർ ചെയ്യുക, എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. ബിപിൻ റാവത്തിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾക്ക് താഴെ കമന്റ് ഇട്ടു എന്ന് സംഘികൾ ആരോപിച്ച അനസ് മുഹമ്മദ്, ബിപിൻ റാവത്തിന് ഇത് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്ന് പറഞ്ഞ അനസ് മുഹമ്മദ്, ആ അനസ് മുഹമ്മദ് എന്ന ഫേക്ക് ഐഡിയിൽ സംഘികൾ ഉപയോഗിച്ച ആ ചിത്രം ഫെമിന കെ എന്ന മുഴപ്പിലങ്ങാടുകാരനായ കണ്ണൂർ ജില്ലക്കാരനായ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെയാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്നവനല്ല. ഇവർ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടക്കാരനായ ജിഹാദിയല്ല. അയാൾ കണ്ണൂരുകാരനായ അന്തസ്സുള്ള കൂലിപ്പണിയെടുക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസൽമാനാണ്. കൂലിപ്പണിയെടുത്ത് 17 വർഷക്കാലമായിട്ട് അവരുടെ കുടുംബത്തെ പോറ്റുന്ന സാധാരണക്കാരനായ ഈ രാജ്യത്തോട് കൂറുള്ള മുസ്ലിമാണ്. അയാളുടെ ചിത്രം വെച്ചിട്ടാണ് അനസ് മുഹമ്മദ് എന്ന ഐഡിയിൽ സംഘികളും ക്രിസംഘികളും വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത്. അത് വിശ്വസിച്ചോ വിശ്വസിക്കാതെയോ ഇനി നാടകത്തിന്റെ പേരിലാണോ എന്നറിയില്ല, ചില ആളുകൾ മതം മാറിയിട്ടുണ്ട്. അത്തരക്കാർ മതം വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്നാണ് മുസ്ലിമായത്? ഈ രാജ്യത്തെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റാത്ത നരഭോജികളാണ് ഇത്തരത്തിലുള്ള ഐഡികൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഫൈസൽ 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫൈസൽ ആരാണെന്ന് മനസ്സിലായില്ലേ? അനസ് മുഹമ്മദ് എന്ന ഫേക്ക് ഐഡിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ച ആ ചിത്രത്തിലുള്ള ആ മനുഷ്യനാണ് ഫൈസൽ. ഫൈസൽ എടക്കാട് പോലീസിനും കണ്ണൂർ SP-ക്കും കണ്ണൂർ സൈബർ സെല്ലിനും പരാതി നൽകിയിരിക്കുകയാണ്. ആ പീസ് പൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ പരാതിക്ക് പിന്നിൽ എന്തായാലും ഫൈസൽ ഉണ്ടാകും. ഫൈസൽ വളരെ ദയനീയമായിട്ട് പറയുന്നുണ്ട്, അനസ് മുഹമ്മദ് എന്ന സംഘികളുടെയും ക്രിസംഘികളുടെയും ആ ഫേക്ക് ഐഡിയിൽ തന്റെ ചിത്രം വന്നതിന് ശേഷം പലരും തന്നെ മോശമായി കണ്ടു. ചില ആളുകളുടെ നോട്ടം കണ്ടാൽ തന്നെ പേടിയായി പോകും. പക്ഷേ ചില ആളുകളുടെ ഇടപെടലിലൂടെ സത്യാവസ്ഥ പുറത്തു വന്നതിലൂടെ ഇപ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട്. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ കൂലിപ്പണിക്കാരനാണ്, സാധാരണക്കാരനാണ്. 17 വർഷമായിട്ട് എന്റെ ജോലി ഇത് തന്നെയാണ്. ആ പാവത്തിന്റെ വാക്കുകൾ അതീവ ദയനീയമാണ്. ഇത്തരത്തിലേക്ക് ഒരു പാവത്തിനെ വലിച്ചിറക്കി കൊണ്ടുപോയ നിങ്ങളെ എങ്ങനെയാണ് വെറുതെ വിടുക? ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. എന്തായാലും അനസ് മുഹമ്മദ് എന്ന ഐഡിയിലുള്ള ചിത്രം ഫൈസലിൻ്റെതാണ് എന്ന് ഇപ്പോൾ വ്യക്തമായപ്പോൾ സംഘികൾ വാ പൂട്ടി മിണ്ടാതിരിക്കുകയാണ്. ഈ നിശബ്ദത എത്ര കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും? എത്രയെത്ര വ്യാജ പ്രചരണങ്ങൾ, എത്രയെത്ര ആരോപണങ്ങൾ, എല്ലാം അവസാനം ദാ ഇതുപോലെ പൊട്ടിയിട്ട് നിങ്ങളുടെ കൈകളിൽ തന്നെ വരുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പച്ചയായ സത്യം. അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ആളുകളോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ആ ചിന്തയിൽ നിന്ന് പുറത്തു വരിക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സംഘികളുടെ ആ പീസ് പൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.